ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ അങ്ങാടിക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. നടന്നിട്ടാണ് പോണത്. അപ്പോൾ അതാണ് വഴി. പിന്നെ അങ്ങാടിയിലെത്തി, അവിടെ നിന്ന് ഫാൻസി കയറി ഒരു ഇറുക്കി വാങ്ങി. അവിടുന്ന് തിരിച്ച് വന്നപ്പോൾ കടലേൻ്റെ കട കണ്ടു. ഒരു കാക്കു കടല കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു കടല പാക്കറ്റും വാങ്ങി. തിരിച്ച് വന്നപ്പോൾ അതായി കുഞ്ഞൊരു പട്ടിക്കുട്ടീനെ കണ്ടു. എന്നിട്ട് അവിടുന്ന് നേരെ ചിക്കൻ കടയ്ക്ക് പോയി. അവിടുന്ന് ഒരു എത്രയോ ചിക്കൻ വാങ്ങി. എന്നിട്ട് തിരിച്ച് വന്നു. ചിക്കൻ കിട്ടി ഗായ്സ്. വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ചിക്കനിലെ പ്രിപ്പറേഷൻ. ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പരട്ടി വെച്ചിരിക്കുന്നു, കുഴച്ച് വെച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി ആൻഡ് പത്തിരി. ഉണ്ടാക്കിയാലോ? വായോ എന്ന് ഞാൻ പറയില്ല, ബാ പോയാലോ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള മസാലകളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ബിരിയാണി മസാല, ഇതാണ് പൊടികളായിട്ട് വരുന്നത്. പിന്നെ അതിൽ പെരുംജീരകം, ചെറിയ ജീരകം, ഏലക്കായ, പട്ട, ഗ്രാമ്പു, ഇത്രയും സാധനങ്ങളാണ് ഇതിക്ക് വേണ്ടത്. ഇത് നല്ല ഒരു സ്മെല്ലൊന്ന് മാറണം, അതേപോലെ ചെറിയൊരു കളറും മാറണം. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിരിക്കുന്നത്. ഭയങ്കര എരിവാണ്. വെളുത്തുള്ളി, ചെറുള്ളി, വെല്ലുള്ളി, തക്കാളി. ദിസ് ഈസ് അവർ ചിക്കൻ ആൻഡ് ദിസ് ഈസ് മീ. ഇവിടെ ഇതിങ്ങനെ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ എടുത്ത് കളയും. അല്ലെങ്കിൽ നമ്മളിന്ന് ആർക്കും വേണ്ടല്ലോ, ഉള്ളിക്ക് പോലെ തന്നെ വേണ്ട. ജാറയ്ക്ക് ഇടുന്നത് ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്. ഓക്കെ, നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചതിന് ശേഷം ആ ജാറുന്നത് മാറ്റുക. എന്നിട്ട് ആ ജാറിക്കുന്ന നമ്മൾ മറ്റേ വറുത്ത് വെച്ച പൊടികളില്ലേ, അതിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കുക. നമ്മൾ മസാല അരച്ച ജാറില്ലേ, എനിക്ക് തക്കാളി ഇടണം. അത് അരയ്ക്കുക. ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കുക. എനിക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഇത് നമ്മൾ പൊടി വറുത്ത ചട്ടി കേട്ടോ. ചട്ടീൻ്റെ ഭംഗി നോക്കണ്ട. നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഞാൻ ഓയിലായിട്ട് എടുക്കുന്നത്. തണുത്ത് കട്ട പിടിച്ച ഓയിൽ ഇവിടെ ചൂടാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചൂടാണ്. ഓ എന്താ വേണം ചുരുക്കം. ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓഫ്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഉള്ള പേസ്റ്റില്ലേ, അതേക്കിടുക. എന്നിട്ട് അത് നല്ലോണം വഴറ്റണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യണം? വെല്ലുള്ളി ഇടണം. പിന്നെ വെല്ലുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഉപ്പിടുക. കുറച്ച് ഉപ്പിടുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. ഉള്ളി വഴന്നുകൊണ്ട് നിന്നപ്പോഴാണ് മനസ്സിലായത് കറിവേപ്പിനിലല്ല എന്നുള്ളത്. അപ്പോൾ അത് വറക്കാൻ പോകണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി അതിലേതാ കറിവേപ്പിനിലെന്ന്? എനിക്ക് മനസ്സിലായില്ല. പാമ്പുണ്ടെങ്കിൽ ഓടാം. കിട്ടി ഗായ്സ്. ഇങ്ങനെ പൊട്ടിച്ചാലോ? കിട്ടിപ്പോ. കറിവേപ്പില ഇടാം. നല്ല ഇടാക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല, തക്കാളി പേസ്റ്റ്, ജാറിൽ കുറച്ച് വെള്ളം ചുഴറ്റി ഒഴിക്കുക. ഒഴിച്ച് ഇങ്ങനെ തിക്ക് ഗ്രേവി കിട്ടും. ഇതൊന്ന് ഇതുപോലെ നല്ലോണം തിളയ്ക്കണം. ഫ്ലെയിം ഓണാക്കി പാത്രം നേരെ വെച്ച് ഇത് ഓഫ് ചെയ്യണ്ട, സിമ്മാക്കി ഇത് ഇങ്ങനെ വെച്ച് ഇത് എടുത്തിട്ട് ഒഴിക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെച്ച് കുറച്ച് വാട്ടർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. മിക്സാക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഡിസ് വാട്ടറിലേക്ക് ഒഴിക്കാം. ഇതിവിടെ കിടന്ന് തിളക്കട്ടെ. ഓക്കെ, അങ്ങനെ വന്ന് കരിവേപ്പിനിടാൻ മറക്കരുത് കേട്ടോ ഗൈസ്. ഞാൻ മറന്നു. ഇളക്കരുത്. ഇത് നേരെ കൊണ്ട് ഇതുപോലെ അടയ്ക്കും. നല്ല തുറന്നിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളും. എൻ്റെ കൈ പൊള്ളില്ല. വെള്ളം. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്ക് പത്തിരി പരിപാടി തുടങ്ങിയാലോ.
ഞാൻ 2 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം അങ്ങനെ എടുത്തിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഭയങ്കര പണിയാണ്. കാണുന്ന പോലെ നല്ല സുഖം, നല്ലത് ഭയങ്കര ഇടങ്ങാറാണ്. അതിക്ക് കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഞാൻ പറഞ്ഞ ആ വെള്ളം ഒഴിക്കുക, അതേപോലെ കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഓക്കെ, തിളക്കുന്നതിൻ്റെ ഇടയിൽ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ മല്ലിച്ചപ്പും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി മേലിട്ടിട്ട് ഇളക്കരുത്, അതങ്ങനെ അടച്ച് വെക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓക്കെ, അത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നേരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസിന് വയ്ക്കുക. അപ്പം എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ, എപ്പോൾ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ എടുക്കരുത്, അടി പിടിക്കല്ല, എല്ലായിടത്തും ഫുള്ളായിട്ട് മിക്സ് ആവില്ല. ഓക്കെ, എന്നിട്ട് ഇതേപോലെ വേറിട്ട് വരുന്നവരെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് എന്തായാലും ഒരു തുള്ളി വെള്ളം കുറച്ച് കൂടി പോയിട്ടുണ്ട്, എനിക്ക് അറിയില്ലായിരുന്നു പാകം. ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത്. പരത്താൻ ഞാൻ കുറച്ച് പണിയെടുത്തു, അതിന് ട്വിസ്റ്റ് ഉണ്ട്, കണ്ടറിയാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പ്ലാസ്റ്റിക് കവർ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണ ആക്കിയിട്ട് ഉള്ളിൽ ബോളാക്കി വെച്ചിട്ട് മേലെ പ്ലേറ്റും കൊണ്ട് അമർത്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം നന്നായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു, പക്ഷെ എൻ്റെ സാധനത്തിൽ ഒരു തുള്ളി വെള്ളം കൂടി പോയോണ്ടേ അങ്ങനെ പൊട്ടുക. ഞാൻ ഈ ചട്ടിക്ക് ഇടുമ്പോഴുള്ള സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. പത്തിരി ചൂടാൻ പോയപ്പോഴാണ് ചിക്കൻ കറി എടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കി, സെറ്റായിട്ടുണ്ട് കേട്ടോ. സ്മെല്ല് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ടേ എൻ്റെ വയൽ വെള്ളം വരുന്നു. സൂപ്പർ കറിയായിരുന്നു കേട്ടോ. കുറച്ച് നന്നായുള്ളൂ ഗൈസ്, ബാക്കിയൊക്കെ ഫ്ലോപ്പായി പോയി ഗൈസ്. മാവും കൊണ്ട് ഞാൻ കുഴക്കട്ട ഉണ്ടാക്കി ഗൈസ്. എന്ത് ചെയ്യുക, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. പത്തിരി കുഴക്കട്ട കറി, ചിക്കൻ കറി. അടിപൊളി കാഴ്ച, ഞാൻ ഉണ്ടാക്കേണ്ടതല്ല, സൂപ്പർ സാധനം. മസ്റ്റ് ട്രൈ ചെയ്യാൻ ചിക്കൻ കറി. പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് വെള്ളം കൂടി പോയതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അത് പ്രശ്നം. നല്ല ടേസ്റ്റ്. കുഴക്കട്ടെ, ചിക്കൻ കറി സൂപ്പ്. ഞാൻ കഴിക്കട്ടെ, ബൈ ബൈ.